അപ്പോൾ ഇപ്പം നമ്മുടെ ഡയറക്ടേഴ്സിനോട് സംസാരിച്ചപ്പോഴും ആള് പറഞ്ഞത് ഒരു പുറത്തുനിന്നൊരു ഒരാളെയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റൊന്നും അവരെടുത്തിട്ടില്ല, മുഴുവൻ ആ നാട് ബേസ് ചെയ്തിട്ട് ആൾക്കാരാണ്. അപ്പോൾ ഒരു കുടുംബം പോലെയായിരുന്നു ലൊക്കേഷനിലേക്ക് തോന്നിയിരുന്നത്. അതെ, എല്ലാവരും അറിയുന്നു, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു സിനിമ സെറ്റാണ്, നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഞങ്ങളൊരു കുടുംബത്തിൽ നമ്മൾ കളിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരാണെങ്കിലും സിനിമയിലോട്ട് അല്ലെങ്കിൽ സിനിമ അഭിനയിക്കാൻ വരുമ്പോൾ ഒരു വേറൊരു ഫീലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായ എന്തെങ്കിലും അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളൊപ്പം ഷെയർ ചെയ്യാമോ? അലിച്ചു പറയുന്നു. നമുക്കങ്ങനെ ഫീല് വന്നിട്ടില്ല, അങ്ങനെ സിനിമയാണെന്നുള്ളൊരു കുടുംബം പോലെ ആയതുകൊണ്ട് നമുക്കൊരു സിനിമ സെറ്റാണെന്ന് നമുക്ക് ഇതുവരെ അങ്ങനെ ഫീല് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു നോർമലൈസ്ഡ് ആയ ഒരു രീതിയിലായിരിക്കില്ലേ. ഓക്കെ, അപ്പം നിങ്ങളാണെങ്കിലും ഫസ്റ്റായിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, മുന്നേ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ പോലെ ചിലപ്പോൾ ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കില്ല നിങ്ങൾക്ക് സിനിമയിൽ കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നത്? ആരാദ്യം പറയുന്നു? പറഞ്ഞു. ഇതിനെപ്പറ്റി ആദ്യം വലിയൊരു അറിവില്ലായിരുന്നു. നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ജോഷി ചേട്ടൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ നമുക്ക് ഡയറക്ഷൻ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതിനനുസരിച്ചാണ് ചെയ്തത്. ടെൻഷൻ ഉണ്ടായിരുന്നോ ഞാൻ തെറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ജോഷി ചേട്ടനും ഒപ്പം ഉള്ളവരൊക്കെ ഭയങ്കര കൂളായിട്ട് സപ്പോർട്ട് ചെയ്തു. അതായിരുന്നു ഭയങ്കര ഒരു സംഭവം. എങ്ങനെയാണ് ചേച്ചി എന്തൊക്കെ ചെയ്തു പ്രിപ്പറേഷൻ? പിന്നെ പ്രിപ്പറേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, അറിയുന്നത് പോലെ ചെയ്യാം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് വരുന്നത്. നമ്മളൊന്ന് ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ജോഷി ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഡയറക്ഷൻ ആ ഒരു ഇതിലല്ലേ ഞങ്ങൾ കാണുന്നത്. അപ്പം ആ ഒരു ഇതിൽ നല്ലൊരു കൂളായിട്ടുള്ളൊരു ഫ്രണ്ട്ലി ഒരു ഇതാണ്, സിറ്റുവേഷനാണ് ഞങ്ങൾക്ക്. അപ്പം എന്താ പറയുക, അങ്ങനെ നല്ലൊരു പേടി എന്ന് പറയാൻ മാത്രം അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി മുന്നേ ചെയ്തിട്ടും അന്നേരമൊക്കെ ഉള്ളൊരു പേടിയല്ലാണ്ട് പിന്നെ ചെയ്തപ്പം പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഹൃദയക്കാണെങ്കിലോ, ഇപ്പോൾ നമ്മൾ നോർമലി കരാട്ടെ പഠിക്കുന്ന പോലെ അല്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്? കുറച്ച് ഡയലോഗ്സ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അത് പറഞ്ഞു നോക്കി. പിന്നെ ബാക്കി എല്ലാം ആ സമയത്ത് തന്നെ പറഞ്ഞ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ചേച്ചിക്കല്ലാണ്ട് ബാക്കി രണ്ടുപേരും ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്നത് അത്രയും ആഗ്രഹത്തോടെ നിങ്ങൾ ഇതിലോട്ട് വന്നതാണോ, അത് ഇനിയും ചെയ്യണം ഞങ്ങൾക്ക് എന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, ഇഷ്ടത്തോടെ വന്നതാ. ഹൃദയക്കോ? ഞാനങ്ങനെ സിനിമ അങ്ങനെ ഒരു ആഗ്രഹമായിട്ടൊന്നും കണ്ടിട്ടില്ല, ഇതിങ്ങനെ വന്നപ്പോൾ ചെയ്തു. ചേച്ചിക്ക് ഇനിയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വന്ന് കാണുക, കുടുംബസമേതം വന്ന് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾക്കോ എന്താ പറയുന്നത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു നാടിൻ്റെ മൊത്തം സ്വപ്നമാണ്. കുറേ പുതിയ കലാകാരന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കും. ഒരു മെസ്സേജുള്ള സിനിമയാണ്, അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.